ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് DIY ഗിഫ്റ്റ്സ് ആണ്. നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോൾ അത് നമ്മൾ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് എഫേർട്ട് ഇട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലും അത് കിട്ടുമ്പോൾ അവർക്കുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവലും വേറെ തന്നെ ഒരു ലെവലാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരിച്ചിരി ഇഷ്ടം DIY ഗിഫ്റ്റ്സിനോട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഗിഫ്റ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പെട്ടിയാണ് ആദ്യം ചെയ്യണത്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു പേഴ്സിൻ്റെ പെട്ടിയാണ്. അത് കുറച്ച് A4 വെച്ച് ഞാൻ ആദ്യം ഉൾഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മറക്കാൻ വേണ്ടി 2 സ്ട്രിപ്സ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടി വിൻറ്റേജും ഉള്ളിലെ ഐറ്റംസൊക്കെ ഭയങ്കര കളർഫുൾ ആൻഡ് ക്യൂട്ടായിട്ടുണ്ട്. അത് ഒന്ന് അവോയ്ഡ് ചെയ്തേക്ക്. അതാരും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങളെങ്ങാനും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ ഉള്ളിലുള്ള ഗിഫ്റ്റ്സും പെട്ടിയും കുറച്ചൊരു ഒരേ വൈബാക്കാൻ നോക്കുക. ക്യൂട്ട് വൈബാക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. നമ്മളിങ്ങനെ ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ, ഒരു പെട്ടി, ഇപ്പോൾ ഷൂവിൻ്റെയോ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വന്നതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധന പെട്ടി നമ്മൾ ഗിഫ്റ്റ്സൊക്കെ വെച്ച് അത് വെറുതെ ഒരു റാപ്പിംഗ് പേപ്പർ വെച്ച് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ. അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പെട്ടിയാണെന്ന് വിചാരിക്കുക അതിൻ്റെ ആ പെട്ടിയിലുള്ള സാധനമാണത്. പക്ഷേ അതിനെക്കാട്ടും നല്ലത് എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒരു അധികം ടെക്സ്റ്റ് ഒന്നുമില്ലാത്ത പെട്ടി എടുത്തിട്ട് അത് ആ ഇച്ചിരിയുള്ള ടെക്സ്റ്റൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒട്ടിച്ച് കവർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ പെട്ടിയും ചിലപ്പോൾ ക്ലാസ്സിനോട് ഇഷ്ടമുള്ളവർ ചിലപ്പോൾ ആ പെട്ടിയും സൂക്ഷിച്ച് വെക്കും. വെക്കാത്തവരുണ്ടായിരിക്കും, പക്ഷേ വെക്കുന്നവരാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ വെക്കാറുണ്ട് അങ്ങനെ. അതേപോലെ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സപ്ലൈസ് അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഹോം മെയ്ഡ് സപ്ലൈസിൻ്റെ വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും നമ്മുടെ പെട്ടി സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചെയ്തു വന്നപ്പോൾ പെട്ടി ഫുള്ള് വിൻറ്റേജാണ്. ഇനി ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്ന കുറച്ച് സ്റ്റാമ്പ് എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. മുമ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ പെട്ടിയുടെ ഉള്ളിൽ വെക്കാം. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് എഫേർട്ടും ടൈം കൺസ്യൂമിങ് കുറച്ച് അധികം വേണ്ട ഒരു ക്രാഫ്റ്റ് തന്നെയാണ്. പക്ഷെ ഇതുണ്ടാക്കി ലാസ്റ്റ് നമ്മൾ ആ ഒരു റിസൾട്ട് കാണുമ്പോഴല്ലോ ശരിക്കും നമ്മൾ വിചാരിക്കും ഇതിനത്രയ്ക്ക് എഫേർട്ടൊന്നും വേണ്ടെന്ന്. ഞാൻ കാണുമ്പോൾ ചെറിയൊരു സാധനം, പക്ഷെ നല്ല എഫേർട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് അതും അടിപൊളിയാണ്. കാണാൻ നല്ല സില്ലിയാണെങ്കിലും പക്ഷേ നല്ല രസമുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു എൻവലപ്പിൻ്റെ ഷേപ്പിലത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വരക്കാൻ അങ്ങനെ അറിയാൻ പാടാത്ത ആൾക്കാരാണെങ്കിൽ എന്നെ പോലെ നമുക്ക് ആദ്യം ഒരു പെൻസിൽ വെച്ച് അതിങ്ങനെ നമ്മൾ വെട്ടിയെടുത്തത് കോണേഴ്സൊക്കെ ഷാർപ്പായിട്ട് തന്നെ വെട്ടിയാലും വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ അതിങ്ങനെ കേർവ്ഡായിട്ട് കോണേഴ്സ് വരച്ചാൽ കുറച്ചും കൂടി ഒരു ക്യൂട്ട് ഫീൽ വരും. അപ്പോൾ അത് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഞാനത് ഒരു ബ്രൗൺ കളർ വെച്ച് നമ്മളത് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോറി, ഇത് വരയ്ക്കാൻ നേരത്ത് എൻ്റെ കൈ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ അവിടെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സംഭവം ഞാനവിടെ ഒരു
മിനി കീ ചെയിൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിൻ്റെ ഒരു ബോട്ടിൽ വെച്ച് ഞാൻ അതിലൊരു സർക്കിൾ വരയ്ക്കാണ്. ഞാൻ വെറുതെ വരച്ചാൽ ആ സർക്കിളൊന്നും സർക്കിളായിട്ട് വരില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരച്ചത്. വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ അപാകത തോന്നി. പിന്നെ ഞാൻ അത് ഫുള്ളൊന്ന് ഡാർക്കൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെന്തിനാ ഈ സർക്കിൾ വരച്ചതെന്ന് മനസ്സിലായോ? നമ്മൾ ഈ ലെറ്ററൊക്കെ അയക്കുമ്പോൾ അവരൊരു സീൽ ചെയ്യും. ആ സീൽ ഇപ്പം നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളതിങ്ങനെ വരയ്ക്കുവാണ്. അതിന് നമ്മൾ ആദ്യം സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മുടെ സർക്കിളിൻ്റെ ലൈനിൻ്റെ അടുത്ത് കൂടെ തന്നെ വേറൊരു കേർവ് വരയ്ക്കുക. പിന്നെ ഒരു ഡോട്ട്, പിന്നെ വേറൊരു കേർവ്, പിന്നെ ഡോട്ട്. ഇത് ഈ വീഡിയോയിൽ കാണാൻ പോലെ തന്നെ വരയ്ക്കാം. പിന്നെ നമ്മളൊരു കുഞ്ഞി എൻവലപ്പ് അതിൻ്റെ ഉള്ളിൽ, ആ സർക്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കുക. പിന്നെ അതിൻ്റെ ഏതിലൊരു സൈഡൊന്ന് ഷെയ്ഡും കൂടി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഒരു വേവ് പോലത്തെ സാധനമാണ്. നിങ്ങൾ ഒറിജിനൽ നമ്മൾ ലെറ്ററൊക്കെ അയക്കുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനൊരു സാധനം ആ ലെറ്ററിലുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഈ ക്രാഫ്റ്റിൽ പറഞ്ഞ മറ്റേ ടൈംസ് കൺസ്യൂമിങ്ങും എഫേർട്ടും വേണ്ട സംഭവം. നമ്മളൊരു പേപ്പറിൽ ട്യുലിപ്സ് ഇങ്ങനെ വരച്ച് കളർ ചെയ്ത് കട്ട് ചെയ്ത് അതിൽ നല്ലത് നോക്കിയെടുത്ത് നമ്മൾ ഒട്ടിക്കണം. അതിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തീരെങ്കിലും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ എൻവലപ്പിൻ്റെ ബ്ലാങ്ക് സ്പേസിൽ കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. വരച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്, ഗ്രിഡ് ലൈൻസിൻ്റെ ഇടയിൽ സ്ക്വയേഴ്സ് വന്നിട്ടില്ല. വൈറ്റ് സ്ക്വയേഴ്സ് വരണം. ആ വൈറ്റ് സ്ക്വയേഴ്സ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ കാണുമ്പോൾ കുറച്ച് ഭംഗിയാണ്. അപ്പോൾ അതെന്തായാലും വരുത്താൻ നിങ്ങൾ ശ്രമിക്കുക. എൻ്റെ കയ്യിൽ വന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇതിൽ നിന്നൊരു ഫൂട്ടേജ് മിസ്സായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ എൻവലപ്പിൻ്റെ ഇപ്പോൾ ഞാൻ ഫ്ലവർ ഒട്ടിക്കല്ലേ, ആ ഒരു ഭാഗത്ത് നമ്മളൊരു പെൻ നൈഫ് എന്ന് വെച്ചാൽ പേനക്കത്തി, അത് വെച്ചിട്ട് നമ്മളിങ്ങനൊരു സ്ട്രൈപ്പ് പോലെ വരച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കട്ടായിട്ട് ആ ഭാഗത്ത് മാത്രം ഇങ്ങനെ കട്ടായിട്ട് വരും. അത് എൻ്റെ നിന്ന് ഫുട്ടേജ് മിസ്സായി പോയതാണ്. അപ്പോൾ എന്തായാലും ആ ഭാഗത്ത് മൊത്തം നമ്മളിങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പം തന്നെ അതിൻ്റെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കി, എന്ത് രസകലയാണ്. അപ്പം നമ്മൾ ഈ ഒട്ടിച്ചത് ഇങ്ങനെ ബാക്കിലോട്ട് നിൽക്കും. അത് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതൊന്ന് സെല്ലോ ടേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ചെയ്തതൊരു A4-ലാണല്ലോ, അപ്പോൾ അതിന് ചെറിയൊരു കട്ടി കുറവുണ്ടാകും. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ ചെറിയൊരു പോർഷനാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലൊരു പിങ്ക് റിബണും കൂടി വെച്ചിട്ടുണ്ട്. അടിപൊളിയായില്ലേ? ഇത് എന്തായാലും ഒരു അടിപൊളി ഗിഫ്റ്റ് ഐഡിയയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നമ്മുടെ ഗിഫ്റ്റ് ഐഡിയ കുറച്ച് ഈസിയാണ്, പക്ഷേ ഭയങ്കര നമുക്കത് ഇതുവരെ കാണാത്തവരെ തുറക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ചിരിയൊക്കെ വരും നമ്മുടെ മുഖത്ത്. അങ്ങനെ ഒരു സംഭവമാണ്, ഒരു ഹഗ് സെൻഡ് ചെയ്യുക, അങ്ങനെ ഒരു ഇതാണ്. അപ്പം നമ്മൾ വീഡിയോയിൽ കാണാൻ പോലെ പേപ്പേഴ്സ് അങ്ങനെ ഇതിൽ കട്ട് ചെയ്തെടുക്കുക. കാണാൻ മനസ്സിലാവുമല്ലോ, ഒരു പേപ്പർ പ്ലസ് പോലെ അത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പിങ്ക് പേപ്പർ ഞാൻ കട്ട് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അതിനുശേഷം അതിൽ കാണിക്കുന്ന പോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ടീ ബാഗിൻ്റെ ഷേപ്പിൽ അത് കിട്ടും. ടീ ബാഗിൻ്റെ ഷേപ്പിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊരു സ്ട്രൈപ്പ് പോലെ ഒരു ഭാഗം മാത്രം കിട്ടും. അവിടെ വേണം നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഇത് ഒട്ടിക്കാൻ, അല്ലെങ്കിൽ തുറയില്ല. അപ്പം നമ്മൾ അവിടെ ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ സെൻഡിങ് യു ഹഗ് എന്ന് പെൻസിൽ വെച്ചാണ് എഴുതിയിട്ടുണ്ടായത്. അതൊന്ന് CD മാർക്കർ വെച്ച് എഴുതി. പിന്നെ എനിക്ക് CD മാർക്കർ വെച്ച് എഴുതി കഴിഞ്ഞപ്പോഴാണ് തോന്നിയതൊരു ബ്ലാക്ക് പെന്ന് വെച്ച് എഴുതി ഇതിലും രസമായേന്. കുറച്ച്
പടരുന്ന പോലെ എനിക്ക് തോന്നി, പക്ഷെ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നിങ്ങളുടെ ഒരു ബ്ലാക്ക് ജെൽ പെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും എഴുത്തിലും നല്ലത്. ഡ്രോ ചെയ്യാൻ CD മാർക്കർ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആ പ്ലസ് പോലെ എടുത്തത് അതിൻ്റെ കൈ എടുക്കാനാണ്. പിന്നെ അതിൻ്റെ അടിയിൽ എന്താണ് അറബിയിൽ എഴുതിയേക്കുന്നത് നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട. അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയത് തന്നെയാണ് അറബിയിൽ അടിയിൽ എഴുതിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയേക്കുന്നത് പേപ്പർ ഓപ്പൺ ചെയ്യാനാണ് അറബിയിൽ എഴുതിയേക്കുന്നത്. അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ECBC DIY ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ഡെക്കറേറ്റും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. ഒരു കേക്ക് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ലല്ലോ, അത്രയ്ക്ക് പഠിച്ചിട്ടൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പേപ്പർ വെച്ച് കേക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയെങ്കിലും നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും. ആദ്യം തന്നെ ഞാൻ ഒരു പേപ്പർ കുറച്ച് സൈഡ്സൊക്കെ നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൊരു പേപ്പറിൽ ഒരു ലൈറ്റ് കളർ വെച്ച് ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ കേക്കും പിന്നെ കേക്കിൻ്റെ മേളിൽ ഇങ്ങനെ ഒഴുകി വരുന്ന ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചെറീസുമാണ് വരക്കണത്. അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് കളർ ചെയ്ത് പിന്നെ നമ്മുടെ ബാക്കി ഐറ്റംസൊക്കെ കളർ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു റിയലിസ്റ്റിക് ഫീൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അത് ഓരോ ലെയറായിട്ട് നമ്മുടെ പേപ്പറിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടെന്ന് പറയാൻ വരട്ടെ. ഒരു സ്റ്റേജിൽ ഞാൻ വരട്ടിയിട്ടുണ്ട്, കാരണം എനിക്ക് ആ കളർ കോമ്പിനേഷൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഡ്രിപ്പിംഗ് ഒരു വൈറ്റ് ചോക്ലേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.